സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ ബിസിനസ് റെഗുലേഷനിൽ നമ്മൾ ഇനി 16ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്, കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 20 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഇതിപ്പോൾ 16ാമത്തെ ചാപ്റ്ററാണ്, കോൺട്രാക്ട് ഓഫ് ഏജൻസി. അപ്പോൾ അതിൽ ആദ്യം എന്താണ് കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്നുള്ളതാണ്. കോൺട്രാക്ട് ഓഫ് ഏജൻസി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 182 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ ആണ് അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏജന്റ് എന്താണ്? എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ ആണ്, or to represent another in dealing with third person. The person for whom such act is done is who is represented is called principal. അതായത് ഒരാൾ വ്യക്തി ഇപ്പം എനിക്കൊരു കാര്യം ചെയ്യണം. അപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ എന്താണ്, എനിക്ക് എൻ്റെ വണ്ടി അത് റിന്യൂ ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ ഞാനൊരു ഏജൻറ്റിനെ ഏൽപ്പിക്കുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ട കാര്യങ്ങൾ വണ്ടി നന്നാക്കി തരുന്നു, വണ്ടി പെയിൻ്റ് അടിച്ച് തരുന്നു, അത് RTOയിൽ കൊടുക്കുന്നു, അതിൻ്റെ ഫൈനുകളൊക്കെ അടയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് റിന്യൂവേഷന് കഴിഞ്ഞ് എനിക്ക് തരുന്നു. അപ്പോൾ ഞാൻ അയാൾക്കൊരു കമ്മീഷൻ കൊടുക്കുന്നു. അതാണ് ഏജൻറ്റ്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അയാളാണ് എന്ത് ഏജൻറ്റ് അല്ലെ. നമുക്ക് പറയാം ഏജൻറ്റ്സ്, ബ്രോക്കേഴ്സ്, കല്യാണ ബ്രോക്കർ അല്ലെ. കല്യാണം നമുക്കെന്താണ് പല സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് മാച്ച് ഫിക്സിങ് ചെയ്യാൻ എന്താണ് ഏജൻറ്റ്സ് ഉണ്ടാവുന്നു. അതാണ് ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഏജൻറ്റിനെയും പ്രിൻസിപ്പളിനെയും കുറിച്ച് എഴുതുക എന്നുള്ളതാണ്. ഇനി ഏജൻസിയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഏജൻസിയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ വരുന്നത് നെയിം ഓഫ് എ റിലേഷൻ. അപ്പോൾ ഏജൻസി എന്താണെന്നുള്ളത്, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാരേജ് ബ്യൂറോ, അല്ലെങ്കിൽ വസ്തു കച്ചവടത്തിൻ്റെ ഏജൻറ്റ്, അല്ലെങ്കിൽ എന്താണ് കാറ് കച്ചവടത്തിൻ്റെ ഏജൻറ്റ്, അങ്ങനെ പല ഏജൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് കമ്മീഷൻ കൊടുക്കാൻ വേണം. അപ്പോൾ അതിൻ്റെ നെയിം വേണം, ആ റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ഈ പ്രിൻസിപ്പൾ കോമ്പീറ്റൻ്റ് ആയിരിക്കണം. അയാൾ മൈനർ ആവാൻ പാടില്ല, മേജർ ആവണം. അയാൾക്ക് അൺസൗണ്ട് മൈൻഡ് പാടില്ല. അയാൾക്ക് എന്താണ് സ്റ്റേബിളായ ഫിനാൻഷ്യൽ ഹെൽത്ത് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻറ്റൻഷൻ ഓഫ് ദി ഏജൻറ്റ് ഇൻറ്റൻഷൻ എന്താണ്? കൺസിഡറേഷൻ നോട്ട് നെസസറി ആണ്. അപ്പോൾ എപ്പോഴും ഏജൻറ്റ് നമ്മളൊരു നമ്മളെ തന്നെ ഒരു പരിചയക്കാരനൊരു ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾക്ക് കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അതായത് അയാൾക്ക് എന്ത് കൊടുക്കേണ്ട, നമ്മൾ വരുമാനം അല്ല നമ്മൾ കൊടുക്കേണ്ട കമ്മീഷനെ. അപ്പോൾ കമ്മീഷൻ ഇല്ലെങ്കിലും ഏജൻസി നടത്തുക എന്നുള്ളതാണ്. പിന്നെ ഇതിന് ഫ്രീ കോൺസെൻറ്റ് വേണം. നമുക്ക് രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്ന് വേണം, അതായത് കോൺസെൻറ്റ്, സമ്മതം വേണം എന്നുള്ളതാണ്. പിന്നെ മറ്റ് എസെൻഷ്യൽസും അതിൽ വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടാണ് ക്രിയേഷൻ ഓഫ് എൻ ഏജൻസിയാണ്. ഒരു ഏജൻസി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ഓർ അതോറിറ്റി. ഒരു എക്സ്പ്രസ് എഗ്രിമെൻറ്റ് മുഖാന്തരമോ ഒരു അതോറിറ്റി മുഖാന്തരമോ ഉണ്ടാവുന്ന ഏജൻസി. ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെൻറ്റ് ഓർ അതോറിറ്റിയാണ്. അപ്പോൾ എക്സ്പ്രസ്ഡ് എന്താണ്? അതൊരു എഗ്രിമെൻറ്റ് ഉണ്ടാവും. ഇംപ്ലൈഡ് എന്താണ്? പല സാഹചര്യത്തിലാണ് ഏജൻസി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഏജൻസി ബൈ എസ്റ്റോപ്പൽ ഉണ്ട്. ഏജൻസി മേ ബി ക്രിയേറ്റഡ് ബൈ എസ്റ്റോപ്പൽ, വേർ എ പേഴ്സൺ ബൈ ഹിസ് കണ്ടക്ട് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് induces others to believe that a certain person is his agent. He is produced from subsequently denying it. Thus an agency is created by implication of law. അപ്പോൾ നമ്മളൊരാളുടെ പെരുമാറ്റത്തിൽ നിന്നോ അയാളുടെ വാക്കുകളിൽ നിന്നോ നമുക്കറിയാതെ തോന്നിപ്പോവാണ് ഒരാൾ അയാളുടെ ഏജൻ്റാണെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്നാണ് ഇത് പറയാം. ഓക്കെ, അപ്പോൾ അത് ഇംപ്ലൈഡ് എഗ്രിമെൻറ്റ് ഓഫ് ഏജൻസിയാണ്. കാര്യം എന്താണ്, അവിടെ ഒരു റിട്ടൺ എഗ്രിമെൻറ്റ് ചെയ്ത് നമുക്ക് തോന്നിപ്പോകണം അയാൾ മറ്റേ ഏജൻ്റാണ് എന്നുള്ളത്. പിന്നെ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ടാണ്. ഇൻ ദിസ് കേസ് എ പ്രയർ പോസിറ്റീവ് ഓർ അഫർമേറ്റീവ് ആക്ട് ഓൺ ദ പാർട്ട് ഓഫ് പ്രിൻസിപ്പൾ ഈസ് റിക്വയർഡ് ടു എസ്റ്റാബ്ലിഷ് ഏജൻസി സബ്സിക്വൻ്റ്ലി. അതായത് നമ്മളൊരു ഏജൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നു, അപ്പോൾ നമ്മളെ വിളിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഏജൻ്റ് ആണോ എന്ന് വിളിച്ച് ചോദിക്കുന്നു, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ഒരു ലെറ്റർ തരാൻ പറയുന്നു, ഈ വന്നിരിക്കുന്നത് നമ്മുടെ ഏജൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഹോൾഡിംഗ് ഔട്ട് വെക്കുക. അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്ന് അനുമതി പത്രം അല്ലെങ്കിൽ നമ്മൾ ഓറലായിട്ട് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഏജൻസി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇനി ഏജൻസി ബൈ നെസസിറ്റിയാണ്. അപ്പോൾ ഏജൻസി ബൈ നെസസിറ്റി എന്താണ്? ആവശ്യത്തിനനുസരിച്ച് എന്താണ് ഏജൻസി മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു നെസസിറ്റിയാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. അപ്പോൾ റാറ്റിഫിക്കേഷൻ മീൻസ് ദ സബ്സിക്വൻറ്റ് അഡോപ്ഷൻ ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് എൻ ആക്ട് ഒറിജിനലി ഡൺ വിത്തൗട്ട് ഇൻസ്ട്രക്ഷൻ ഓർ അതോറിറ്റി എന്നുള്ളതാണ്. റാറ്റിഫിക്കേഷൻ എന്താണ്? അതായത് നമ്മൾ സബ്സീക്വൻ്റ് ആയിട്ട് ഒരു സംഗതി അഡോപ്റ്റ് ചെയ്ത് വരിക. അതായത് സബ്സീക്വൻ്റ് ആയിട്ട് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ ആക്ട് മുഖാന്തരം ഒരാൾ ഒരു ഏജൻസി സർവീസ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്താണ്? ഓക്കെ, അതായത് നമ്മൾ റാറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ ഒരു എഗ്രിമെൻറ്റ് തന്നെയാണ്, അതൊരു എഫർമേഷനാണ്. റാറ്റിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഉറപ്പ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് ഒരു ഏജൻസി കൊടുക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി വരിക എന്നുള്ളതാണ്. പിന്നെ ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ചിലപ്പോൾ ഓപ്പറേഷൻ ലോൻ്റെ ഓപ്പറേഷൻ മുഖാന്തരം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഈ ചില നമ്മൾ പറയുന്നത് കേട്ടില്ല, ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പം തർക്കഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ കോടതി ഒരാളെ ഒരു കമ്മീഷണറെയോ അല്ലെങ്കിൽ ഒരു റിസീവറെയോ ഒക്കെ അവിടെ നിയമിക്കും. കാര്യം അത് കുറച്ച് കാലത്തേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട്. അതും ഒരു തരം ഏജൻസിയാണ്. ഓക്കെ,
ഇനി അടുത്തതാണ് ഇംപ്ലൈഡ് അതോറിറ്റി ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആസ് ദ ഏജന്റ്. അപ്പോൾ ചിലപ്പം ഹസ്ബൻഡ് വൈഫ് ഉണ്ടെങ്കിൽ വൈഫിന് വേണമെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കാം. ഒരു ഇംപ്ലൈഡ് അതോറിറ്റി ഉണ്ട് വൈഫിന്, നമ്മുടെ അതായത് സ്പൗസ്, അതായത് പ്രത്യേകിച്ച് വൈഫിന് ഹസ്ബൻഡിൻ്റെ എന്താണ് ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കാം. മാരേജ് ക്രിയേറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എ ഹസ്ബൻഡ് ഇസ് bound to maintain his wife, but the liability depends on the principle of the agency. He is liable only when he has expressly or impliedly authorized his wife to do certain things on his behalf എന്നുള്ളതാണ്. അതായത് വൈഫിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള കടമ ആർക്കുണ്ട്? ഹസ്ബൻഡുണ്ട്. അതുകൊണ്ട് ചില വൈഫിന് ചില കാര്യങ്ങൾ ഹസ്ബൻഡിൻ്റെ ഏജൻ്റായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. ബട്ട് ദ ഹസ്ബൻഡ് ക്യാൻ എസ്കേപ്പ് ഫ്രം ഹിസ് ലയബിലിറ്റി ഇഫ് ഹി പ്രൂവ്സ് ദാറ്റ് ഹി ഹാസ് എക്സ്പ്രസ്ലി ഫോർബിഡൻ ഹിസ് വൈഫ് ടു പ്ലെഡ്ജ് ഹിസ് ക്രെഡിറ്റ്. അതായത് ഇപ്പം ഹസ്ബൻഡിന് വേണമെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടി ഒരു ഏജൻസി സർവീസ് അല്ലെങ്കിൽ ഏജൻ്റായിട്ട് വൈഫ് പ്രവർത്തിച്ചു എന്ന് കരുതുക. ഹസ്ബൻഡിന് വേണ്ടി ഒരു കാര്യം, ഇപ്പോൾ ഒരാളുണ്ട്, അയാളുടെ ഭാര്യ അയാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ സ്ഥല കച്ചവടത്തിന് വൈഫ് ഒരു ഏജൻ്റായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണമെങ്കിൽ ഹസ്ബൻഡിന് റിട്ടേൺ ആയിട്ട് വൈഫിന് ചെയ്യരുത് എന്ന് ഒരു ഓർഡർ കൊടുക്കാം. ദ ഗുഡ്സ് പർച്ചേസ്ഡ് ആർ നോട്ട് നെസസറി. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി എന്തെങ്കിലും സാധനം വാങ്ങേണ്ടിയില്ല, ആവശ്യമില്ലാത്ത കാര്യമാണ് ഹസ്ബൻഡ് പറയാം, അത് ഞാനല്ല, വൈഫ് തന്നിഷ്ടപ്രകാരം വാങ്ങിയാന്നുള്ളത്. നിയമത്തിന് മുമ്പിൽ വ്യക്തികൾക്ക് തുല്യ അവകാശം ഉണ്ടല്ലോ. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു വീട്ടിൽ ഒരുപോലെ ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. പക്ഷേ നിയമത്തിന് മുമ്പിൽ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. സഫിഷ്യൻറ്റ് ഫണ്ട്സ് ഹാസ് ബീൻ ഗിവൺ ഫോർ പർച്ചേസിങ് നെസസറീസ്. അപ്പോൾ ആവശ്യത്തിലുള്ള സാധനങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ സംഗതികൾ വാങ്ങുന്നതിലൊക്കെ ഹസ്ബൻഡിന് വേണമെങ്കിൽ വൈഫിനെ, അപ്പോൾ അതിന് ഏജൻ്റായിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമില്ല. കാരണം പൈസ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നാണ് പോവുക, വൈഫ് വാങ്ങിയല്ലേ. പിന്നെ ദ ട്രേഡർ ഹാസ് ബീൻ എക്സ്പ്രസ്ലി ഇൻഫോം നോട്ട് ടു ഗീവ് ക്രെഡിറ്റ് ടു ഹിസ് വൈഫ്. പ്രത്യേകിച്ച് സാധനം വാങ്ങണ നേരത്തെ, കടമായിട്ടൊക്കെ വാങ്ങണ നേരത്താണ് ഈ പ്രശ്നങ്ങൾ വരിക. ഹസ്ബൻഡിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന നേരത്ത് വൈഫ് പോയി സാധനം വാങ്ങുക, ഹസ്ബൻഡ് പോയിട്ട് എന്ത് ചെയ്യുക, പൈസ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ട്രേഡറോട് പറയുക അത് കൊടുക്കരുത് എന്നുള്ളത്. ഓക്കെ, അതാണ് ഇംപ്ലൈഡ് അതോറിറ്റി ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുന്നത്. ഇനി ഏജൻറ്റ് ആൻഡ് സെർവൻ്റ് ഉണ്ട്. അപ്പോൾ ഏജൻറ്റും സെർവൻറ്റും എന്താണ്? ഡൊമസ്റ്റിക് സെർവൻറ്റ് പ്രൊവൈഡ്സ് പേഴ്സണൽ സർവീസ് ടു ഹിസ് മാസ്റ്റർ ബട്ട് ഹി കനോട്ട് ബി കോൾഡ് ആസ് എൻ ഏജൻറ്റ്. അപ്പോൾ ഒരു സെർവൻറ്റിനെ, ഒരു ജോലിക്കാരനെ ഏജൻ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ആൻ ഏജൻറ്റ് ഡിഫേഴ്സ് ഫ്രം എ സെർവൻറ്റ് ഇൻ സെവറൽ വേസ്. പല വഴികളിൽ ഏജൻറ്റ് സെർവൻറ്റിൽ നിന്നും വ്യത്യസ്തനാണ്. ഓക്കെ, ഏജൻറ്റ് ആക്ട് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ പ്രിൻസിപ്പൾ. ഒരു പ്രിൻസിപ്പളിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് ഏജൻറ്റ് പ്രവർത്തിക്കുന്നത്. വേറാസ് എ സെർവൻറ്റ് ആക്ട് അക്കോർഡിംഗ് ടു ദ ഓർഡേഴ്സ് ഓഫ് ദ പ്രിൻസിപ്പൾ. സെർവൻറ്റ് പ്രിൻസിപ്പളിൻ്റെ ഓർഡേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് സെർവൻറ്റ് പ്രവർത്തിക്കുന്നത്. The act of the agent brings contractual relationship with third parties, but the servant cannot do that. ഒരു ഏജൻറ്റിന് ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ട് ഒരു പാർട്ടിയായിട്ട്, പക്ഷേ ഒരു സെർവൻറ്റിന് ഇല്ല എന്നുള്ളതാണ്. ആൻ ഏജൻറ്റ് ക്യാൻ ബൈൻഡ് ദ പ്രിൻസിപ്പൾ ടു ദ തേർഡ് പാർട്ടീസ്. ഏജൻറ്റ് പ്രിൻസിപ്പളിനെ മറ്റ് പാർട്ടീസൊക്കെ ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ സെർവൻറ്റിന് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൻ ഏജൻറ്റ് മേ ബി പെയ്ഡ് ഓൺ കമ്മീഷൻ ബേസിസ് ബട്ട് എ സെർവൻറ്റ് ഇസ് ജനറലി പെയ്ഡ് ബൈ വേ ഓഫ് സാലറി ഓർ വേജസ്. ഏജൻറ്റിന് കമ്മീഷനാണ് കൊടുക്കുക, സെർവൻറ്റിന് ജോലിക്കാരൻ നമ്മളെന്താ കൊടുക്കുക, സാലറി അല്ലെങ്കിൽ വേജാണ്. ഇനി പലതരത്തിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഏജൻറ്റ് ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് എക്സ്റ്റെൻറ്റ് ഓഫ് ദർ അതോറിറ്റി. അവരുടെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 തരം ഏജൻ്റാണ്. ഒന്ന് ജനറൽ ഏജൻറ്റ്, ഒന്ന് സ്പെഷ്യൽ ഏജൻറ്റ്, ഒന്ന് യൂണിവേഴ്സൽ ഏജൻറ്റ്. അപ്പോൾ ജനറൽ ഏജൻറ്റ് ഏജൻറ്റ് ഹു ഈസ് എംപ്ലോയിഡ് ടു ട്രാൻസാക്ട് ജനറലി ഓൾ ബിസിനസ് ടു ദ പ്രിൻസിപ്പൾ ഇൻ റിഗാർഡ്സ് ടു വിച്ച് ഈസ് എംപ്ലോയിഡ്. അപ്പം മാനേജർ ജനറൽ ഏജൻ്റാണ് അല്ല, അപ്പോൾ എല്ലാ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ഓണർക്ക് വേണ്ടി ചെയ്യുന്ന ആളാണ് മാനേജർ. അപ്പോൾ ഈസ് എ ജനറൽ ഏജൻറ്റ്. പിന്നെ സ്പെഷ്യൽ ഏജൻറ്റ് ഒരു പെർട്ടിക്കുലർ ആക്ടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് സ്പെഷ്യൽ ഏജൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടു സ്ഥല കച്ചവടം, അതൊക്കെ ഒരു സ്പെഷ്യൽ ഏജൻസി വർക്കല്ലേ. പിന്നെ യൂണിവേഴ്സൽ ഏജൻ്റാണ്. പിന്നെ പേഴ്സൺ ഈസ് ഓതറൈസ് ടു ട്രാൻസാക്ട് ഓൾ ബിസിനസ് ഓഫ് ഹിസ് പ്രിൻസിപ്പൾ. അല്ലെ, നമ്മൾ കണ്ടില്ല ഒരു കാര്യസ്ഥൻ, മാനേജറെക്കാട്ടി അപ്പുറത്താണ് അല്ലേ. കാര്യസ്ഥൻ ചിലപ്പോൾ ഫാമിലി മാറ്റേഴ്സ് ഡീൽ ചെയ്യാനോ നമ്മുടെ ഈവൻ ഒരാളുടെ മരണശേഷം അയാളുടെ സ്വത്ത് നമുക്ക് പാർട്ടീഷൻ ചെയ്യാനൊക്കെ ഈവൻ കാര്യസ്ഥന് നിൽക്കാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്പോൾ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഒരു ഏജൻ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അതാണ് ഒരു യൂണിവേഴ്സൽ ഏജൻറ്റ്. ഒരാളുടെ എല്ലാ മാറ്റേഴ്സും എല്ലാ ബിസിനസ്സും ഡീൽ ചെയ്യുന്ന ഒരാളാണ് യൂണിവേഴ്സൽ ഏജൻറ്റ്. അപ്പോൾ ഏജൻറ്റിൻ്റെ അതോറിറ്റി അനുസരിച്ചിട്ട് 3 തരത്തിലാണ്. ജനറൽ ഏജൻറ്റ് ഉണ്ട്, സ്പെഷ്യൽ ഉണ്ട്, യൂണിവേഴ്സൽ ഏജൻറ്റ് ഉണ്ട്. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് ദ നേച്ചർ ഓഫ് വർക്ക് പെർഫോംഡ് ആണ്. അപ്പോൾ ആ വർക്കിൻ്റെ നേച്ചർ അനുസരിച്ച് മെർക്കൻറ്റൈൽ ഏജൻറ്റുകളാണ് ഉള്ളതൊന്ന്. അപ്പോൾ മെർക്കൻറ്റൈൽ എന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ ഏജൻറ്റ്. മെർക്കൻറ്റൈൽ എന്ന് വെച്ചാൽ നമ്മൾ വാണിജ്യമായിട്ട് വ്യാപാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞൊരു പേരാണ് മെർക്കൻറ്റൈൽ എന്ന് വെച്ചാൽ. കമേഴ്ഷ്യൽ ഏജൻറ്റ്സ് ആണ്. എ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഈസ് എ പേഴ്സൺ ഹാവിംഗ് ദ അതോറിറ്റി ടു സെൽ ഗുഡ്സ് ഓർ ടു റേസ് മണി ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൾ. അതായത്
നമ്മുടെ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, അതായത് ഏജൻറ്റിന് ഏജൻസി സർവീസ് കൊടുത്ത ആൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കലാണ് മെർക്കൻഡൈൽ ഏജൻറ്റ് പണി. അതിൽ കമ്മീഷൻ ഏജൻറ്റ് ഉണ്ടാവും. കമ്മീഷൻ ഏജൻറ്റ് എന്താണ്, ഇയാൾ പല കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ. നമ്മൾ എന്താണ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ LIC ഏജൻറ്റ്സ് എന്താണ്, ദേ ആർ കമ്മീഷൻ ഏജൻറ്റ്സ്. അവർ LICക്ക് വേണ്ടി എന്താണ് പണിയെടുക്കുന്നു. നമ്മൾ ഈ പ്രീമിയം അല്ലെങ്കിൽ എന്താണ് LIC നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് എടുത്താൽ ഇവർക്ക് നല്ല ലാഭമാണ് അവർക്ക് LICക്കാർക്ക്. അപ്പോൾ അതിനൊരു കമ്മീഷനായിട്ട് കിട്ടുന്നു. പിന്നെ ഡെൽ ക്രെഡിയർ ഏജൻ്റ് ആണ്. ഡെൽ ക്രെഡിയർ ഏജൻറ്റ് ഈസ് വൺ ഹൂ ഫോർ എക്സ്ട്രാ റെമ്യൂണറേഷൻ ഗ്യാരണ്ടീസ് ദ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് ബൈ അതർ പാർട്ടി. നമ്മൾ രണ്ട് പാർട്ടി തമ്മിൽ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് മറ്റേ ആൾ നമ്മളെ പറ്റിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏജൻ്റാണ് ഡെൽ ക്രെഡിയർ ഏജൻറ്റ്. മനസ്സിലായി, അയാളുടെ പെർഫോമൻസ് ഇയാൾ ഉറപ്പ് തരും. പിന്നെ ഫാക്ടേഴ്സ് മെർക്കൻഡൈൽ ഏജൻ്റാണ്. അതിൽ നമ്മൾ സാധനങ്ങൾ വിൽക്കാൻ സഹായിക്കുന്ന ഏജൻസിൻ്റെ പ്രത്യേക പേരാണ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ. സാധനങ്ങൾ വിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏജൻസാണ്. പിന്നെ ഓപ്ഷനേഴ്സും ഏജൻ്റാണ്. നമുക്ക് വേണ്ടി എന്താണ് ലേലം വിളിക്കാൻ സഹായിക്കുന്ന ആൾക്കാരില്ലേ, അവരും എന്താണ്, ദേ ആർ ഓൾസോ ഏജൻസ്. പിന്നെന്താ വരുന്നത്, ബ്രോക്കർ. എ ബ്രോക്കർ ഇസ് എൻ ഏജൻറ്റ് ഹു ബ്രിങ്സ് ബയേഴ്സ് ആൻഡ് സെൽസ് ഇൻ ടു കോൺട്രാക്ട് വിത്ത് വൺ അനദർ. ബ്രോക്കർ ഒരു ഏജൻ്റാണ്. അയാൾ എന്താണ്, ബയേഴ്സിനെ എന്താണ്, ഹു ബ്രിങ്സ് ബയേഴ്സ്, സാധനങ്ങൾ കൊണ്ടുവരാൻ എന്താണ് സഹായിക്കുന്ന ആളാണ് എന്ത്, ബ്രോക്കർ എന്ന് വെച്ചാൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നോൺ മെർക്കൻഡൈൽ ഏജൻസ് വരുന്നത്. അതായത് ബിസിനസ്സായിട്ട് ബന്ധമില്ലാത്ത ഏജൻറ്റ് അല്ലെങ്കിൽ നോൺ കൊമേഴ്ഷ്യൽ ഏജൻസ് ആണ് അവർ. അപ്പോൾ എന്താണ് നോൺ മെർക്കൻഡൈൽ ഏജൻറ്റ് എന്ന് വെച്ചാൽ, നോൺ മെർക്കൻഡൈൽ ഏജൻറ്റ് മേ ബി എസ്റ്റേറ്റ് ഏജൻറ്റ്. എസ്റ്റേറ്റ് ഏജൻസ് ആവാം, ഹു ആർ എംപ്ലോയ്ഡ് ടു നെഗോഷിയേറ്റ് സെയിൽ ആൻഡ് പർച്ചേസ്. സെയിലിനും പർച്ചേസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സഹായിക്കുന്ന ആൾക്കാർ. ലീസ് ഓർ ലീസ് ഇമൂവബിൾ പ്രോപ്പർട്ടി ഓർ ഹൗസ് ഏജൻറ്റ് ഓർ ഓൾവേ എൻഗേജ് ഇൻ റെസ്പെക്ട് ഓഫ് ഹൗസ് ആൻഡ് ഷോപ്പ്. അപ്പോൾ അവരധികം മെർക്കൻഡൈൽ അല്ല, നമുക്ക് എന്താണ് ചെറിയ ചെറിയ ഡീലിങ്സിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് നോൺ മെർക്കൻഡൈൽ ഏജൻസ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഏജൻ്റ് ആണ്. ഒരു ഏജൻറ്റിൻ്റെ അവകാശങ്ങളും അവരുടെ കർത്തവ്യങ്ങളും കടമകളും എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഏജൻറ്റിൻ്റെ അവകാശങ്ങൾ എന്താണ്, റൈറ്റ് ഓഫ് റീറ്റെയിനർ ആണ്. ഏജൻറ്റിന് എന്തുണ്ട്, അയാളുടെ റെമ്യൂണേഷൻ ഒരു സാധനം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരാൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അയാൾക്ക് കമ്മീഷൻ കിട്ടിയിട്ടേ അയാൾ തിരിച്ചു അയാൾക്ക് എന്താണ് വാങ്ങിയ സാധനം കൊടുക്കുന്നുള്ളൂ എന്ന് കരുതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കമ്മീഷൻ കിട്ടുന്നവരെ എന്താണ് ആ സാധനം പിടിച്ചു വെക്കാനുള്ള റീറ്റെയിൻ ചെയ്യാനുള്ള അവകാശം ഏജൻ്റ് ഉണ്ട്. പിന്നെ റെമ്യൂണറേഷൻ കിട്ടാനുള്ള അവകാശം. ഇപ്പോൾ സെക്ഷൻസ് നോക്കണേ. സെക്ഷൻ ഇത് 217 ഇത് സെക്ഷൻ 219, 220 അപ്പോൾ നമുക്ക് എന്താണ് അത് റെമ്യൂണറേഷൻ റിസീവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. വേർ ദ സർവീസസ് റെൻഡേർഡ് ബൈ ഏജൻറ്റ് ആർ നോട്ട് ഗ്രേഷ്യസ് ഹീസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ എഗ്രീഡ് റെമ്യൂണറേഷൻ. പിന്നെ ലൈൻ നമ്മൾ ഇതിന് കണ്ടുണ്ട്, സാധനങ്ങൾ കൈവശം വെക്കാനുള്ള അധികാരം തന്നെയാണ്. പൈസ കിട്ടുന്നവരെ സാധനങ്ങൾ കൈവശം വെക്കാനുള്ള അധികാരമാണ്. അപ്പോൾ അത് സെക്ഷൻ 221 റൈറ്റ് ഓഫ് ഇൻഡെംനിഫിക്കേഷൻ ആണ്. ഇൻഡെംനിഫൈഡ് എന്താണ്, എൻ ഏജൻറ്റ് ഹാസ് റൈറ്റ് ടു ബി ഇൻഡെംനിഫൈഡ് ബൈ ദ പ്രിൻസിപ്പൽ എഗെയിൻസ്റ്റ് ദ കോൺസിക്വൻസസ് ഓഫ് ലോഫുൾ ആക്ട്സ് ഡൺ ഇൻ എക്സസൈസ് ഓഫ് ഹിസ് അതോറിറ്റി. അതായത് ഈ പ്രിൻസിപ്പളിന് വേണ്ടി എന്ത് ചെയ്താലും അതിനുള്ള കോൺസിക്വൻസ് പ്രിൻസിപ്പൾ ഏറ്റെടുക്കുമെന്നുള്ള ഉറപ്പ് പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്, ഏജൻറ്റിനുണ്ട്. പിന്നെ കോമ്പൻസേഷൻ കിട്ടാനുള്ള എന്തെങ്കിലും നഷ്ടങ്ങൾ വരികയാണെങ്കിൽ ഏജൻസി സർവീസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നഷ്ടങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടാനുള്ള അധികാരമുണ്ട്. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഗുഡ്സ് എന്താണ് നീങ്ങുന്ന നേരത്ത് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം ഏജൻറ്റിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഏജൻറ്റിൻ്റെ അവകാശങ്ങളെന്ന് വെച്ചാൽ. ഏജൻറ്റ് ചില ഡ്യൂട്ടീസ് വരുന്നുണ്ട്. ഡ്യൂട്ടി ഇൻ കണ്ടക്ടിങ് പ്രിൻസിപ്പൾസ് ബിസിനസ്. അല്ല, ഒരാൾക്ക് നമ്മൾ ഏജൻസി സർവീസ് കൊടുത്താൽ അയാൾ കൃത്യമായിട്ട് അത് ചെയ്തു തരണം എന്നുള്ള ആളുടെ കടമയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിർവഹിച്ച് തരിക എന്നുള്ള കടമ ആർക്കുണ്ട്, ഏജൻറ്റുണ്ട്. ഡ്യൂട്ടി ടു ആക്ട് വിത്ത് സ്കിൽ ആൻഡ് ഡിലിജൻസ്. എല്ലാ കഴിവോട് കൂടിയിട്ട് എന്താണ് ഡ്യൂട്ടി എടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ കടമ ആർക്കുണ്ട്, ഏജൻറ്റുണ്ട്. ഡ്യൂട്ടി ടു റെൻഡർ അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഏജൻറ്റ് ഈസ് ബൗണ്ട് ടു റെൻഡർ പ്രോപ്പർ അക്കൗണ്ട്സ് ടു ഹിസ് പ്രിൻസിപ്പൽ. റെൻഡർ അക്കൗണ്ട് എന്ന് വെച്ചാൽ എല്ലാ കണക്കും എഴുതിയിട്ട് അല്ലെ നമ്മളിപ്പോൾ ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് കെട്ടാൻ ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ചു, എല്ലാ കണക്കുകളും നമ്മൾ കാണിക്കണ്ടേ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഡ്യൂട്ടി ടു കമ്മ്യൂണിക്കേറ്റ് ആണ്. കൃത്യമായിട്ട് ഇതാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അവകാശം അതായത് കടമ ആർക്കുണ്ട്, ഏജൻറ്റിനുണ്ട്. ഡ്യൂട്ടി നോട്ട് ടു ഡീൽ ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്. അല്ലെങ്കിൽ കൃത്യമായിട്ട് അയാൾ അക്കൗണ്ട് ഡീൽ ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ കടമ ഏജൻറ്റുണ്ട്. അയാളെല്ലാ അക്കൗണ്ടിൽ നിന്നാണ് ഡീൽ ചെയ്യണം അയാൾ. ഡ്യൂട്ടി ടു പേ ദ എമൗണ്ട്സ് റിസീവ്ഡ് ഫോർ ദ പ്രിൻസിപ്പൾ. പ്രിൻസിപ്പളിന് വേണ്ടി കിട്ടുന്ന എല്ലാ എമൗണ്ടും കൃത്യമായിട്ട് പേ ചെയ്യാനുള്ള അവകാശം കടമ ഈ പറഞ്ഞ ഏജൻറ്റിനുണ്ട്. അതായത് പ്രിൻസിപ്പളിന് വേണ്ടി കിട്ടിയ പൈസകളൊക്കെ പ്രിൻസിപ്പൾ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പ്രിൻസിപ്പളിന് കൊടുക്കാൻ, അതായത് ഇപ്പോൾ ഇത് ഏൽപ്പിച്ച ആൾക്ക് കൊടുക്കാൻ, ഒരു പൈസ വരാണെങ്കിൽ അയാൾക്ക് കൊടുക്കാനുള്ള കടമ ആർക്കുണ്ട്, ഏജൻറ്റുണ്ട്. ഡ്യൂട്ടി നോട്ട് ഡെലിഗേറ്റ് ഈസ് അതോറിറ്റി. മറ്റൊരാൾക്ക് ഇത് ഏൽപ്പിച്ച് പോയിട്ട് തടി തപ്പാനുള്ള അവകാശം അല്ലെങ്കിൽ കടമ അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്താണ് മറ്റൊരാൾക്ക് ഏൽപ്പിച്ച് പോരുത്, അവനാൻ തന്നെ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ കടമയായിട്ട് വരുന്നത്. ഡ്യൂട്ടി ഓൺ ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ പ്രിൻസിപ്പൾസ് ഡെത്ത് ഓർ ഇൻസാനിറ്റി. പ്രിൻസിപ്പളിന് എന്താണ് ഇൻസാനായി പോകുക, അതായത് മാനസിക രോഗം അല്ലെങ്കിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്
ഇത് ടെർമിനേറ്റ് ചെയ്യുക, ഏജൻസി ടെർമിനേറ്റ് ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ഈ പറഞ്ഞ ഏജൻറ്റിനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏജൻറ്റിൻ്റെ പറയുന്നത് നമ്മൾ ഡ്യൂട്ടി ആൻഡ് റൈറ്റ് ആയിട്ട് പറയുന്നത്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പളിനുള്ള റൈറ്റുകളും ഡ്യൂട്ടീസും എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഡ്യൂട്ടീസ് ഫസ്റ്റ് വരുന്നത് ഡ്യൂട്ടി ടു പേ റെമ്യൂണറേഷൻ ആണ്. കൃത്യമായിട്ട് ഏജൻറ്റിന് റെമ്യൂണറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഏജൻറ്റിനെ ഇൻഡെംനിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഡ്യൂട്ടി ടു ഇൻഡെംനിഫൈ ദ ലോസ് ഡ്യൂ ടു പ്രിൻസിപ്പൾസ് നെഗ്ലക്റ്റ് ആണ്. അതായത് ഇൻഡെംനിഫൈ ചെയ്യാന്ന് വെച്ചാൽ അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പറയുന്നത് നമ്മുടെ ഏജൻറ്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രിൻസിപ്പൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇൻഡെംനിഫൈ ദ ഏജൻറ്റ് അഗെയിൻസ്റ്റ് കോൺസിക്വൻസസ് ഓഫ് ദ ആക്ട് ഡൺ ബൈ ഗുഡ് ഫെയ്ത്ത്. എന്തെങ്കിലും സത്യസന്ധമായിട്ട് അയാൾ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും നഷ്ടം വന്നുവാണെങ്കിൽ അത് നമ്മൾ സഹിക്കുക എന്നുള്ളതും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏജൻറ്റ് എന്തെങ്കിലും ഇൻ ഗുഡ് ഫെയ്ത്തിൽ ചെയ്തിട്ട് അയാൾക്ക് എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ. ഇനി റൈറ്റ് എന്താ വരുന്നത് പ്രിൻസിപ്പളിൻ്റെത്? റൈറ്റ് ടു ഗീവ് പ്രോപ്പർ ഡയറക്ഷൻ ആണ്. കൃത്യമായ ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇഫ് എനി സ്കിൽസ് റിക്വയർഡ് ഫോർ ടു ദ ബിസിനസ് പ്രിൻസിപ്പൾ ഹാസ് ടു പ്രൊവൈഡ് സച്ച് സ്കിൽസ് ടു ദ ഏജൻറ്റ്. അതായത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഡു ദ ബിസിനസ് ചെയ്യാനെങ്കിൽ സ്കില്ല് വേണമെങ്കിൽ ആ സ്കില്ല് ഏജൻറ്റിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പ്രിൻസിപ്പൾ ഈസ് എൻറ്റൈറ്റിൽഡ് ടു പ്രോപ്പർ അക്കൗണ്ട്സ്. അയാൾ കൃത്യമായിട്ട് ഉള്ള അക്കൗണ്ട്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് റൈറ്റ് ടു റിസീവ് എനി സീക്രട്ട് പ്രോഫിറ്റ്. എന്തെങ്കിലും സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങുക എന്നുള്ളതാണ്. ഹി ക്യാൻ റിവോക്ക് ദ അതോറിറ്റി ഓഫ് ദ ഏജൻറ്റിന് അതോറിറ്റി ഇല്ലാതാക്കാൻ സാധിക്കും ചില സാഹചര്യങ്ങളിൽ, സർട്ടൺ സർക്കംസ്റ്റാൻസർ. ഹി ഹാസ് എ റൈറ്റ് ടു ബി കോമ്പൻസേറ്റഡ് ഫോർ എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. ഏജൻറ്റ് എന്തെങ്കിലും ഡ്യൂട്ടി ചെയ്യാൻ വിട്ടുപോയാൽ അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടാനുള്ള അധികാരം നമ്മുടെ പ്രിൻസിപ്പളിനുണ്ട്. പിന്നെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൻ്റെ പേരാണ് ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വെച്ചാൽ. ഇപ്പോൾ എനിക്കിപ്പോൾ നമ്മളൊരു കളക്ടറുണ്ട്. അപ്പോൾ കളക്ടർക്ക് ഒരു ജില്ലേൻ്റെ അധികാരമുണ്ട്. അപ്പോൾ സബ് കളക്ടേഴ്സിന് വെക്കുമല്ലോ ചില മേഖലകളിലായിട്ട്. അപ്പോൾ കളക്ടർ അവരെ വെച്ചിട്ട് 4 മേഖലകൾ പ്രവർത്തിപ്പിക്കുക. മൊത്തത്തിൽ കളക്ടർ നോക്കുകയും ചെയ്യുക. അപ്പോൾ അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വെച്ചാൽ. ജനറലി an agent is supposed to perform his duties personally. A general rule is that a delegate cannot further delegate. അപ്പം ഒരു ആൾ ഡ്യൂട്ടി കൊടുത്ത അയാൾ മറ്റൊരാൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഡെലിഗേറ്റസ് നോൺ പ്രൊട്ടസ്റ്റ് ഡെലിഗേറി എന്നാണ്. Thus an agent himself is a delegate of his principal. He cannot further delegate his powers to another person. അപ്പോൾ അയാൾക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുന്നതിൻ്റെ പേരാണ് ഏജൻറ്റ് എന്ന് വെച്ചാൽ. അയാൾ പിന്നെ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഓക്കെ, ഡെലിഗേറ്റ് കനോട്ട് ഫർദർ ഡെലിഗേറ്റ് എന്നുള്ളതാണ്. ഇനി സബ് ഏജൻറ്റ് എന്താണ്? സബ് ഏജൻറ്റ് ഇസ് എ പേഴ്സൺ എംപ്ലോയിഡ് ബൈ ആൻഡ് ആക്ടിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഒറിജിനൽ ഏജൻറ്റ് ഇൻ ദ ബിസിനസ് ഏജൻസി. ഒരു ഏജൻറ്റ് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഒരു സബ് ഏജൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത്തരം ഒരു ഏജൻറ്റിൻ്റെ പേരാണ് സബ് ഏജൻറ്റ്. അപ്പോൾ ഈ റിലേഷൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൾ ആൻഡ് സബ് ഏജൻ്റ് ആണ്. അപ്പോൾ ഈ സബ് ഏജൻറ്റിനെ കുറിച്ച് പ്രിൻസിപ്പൾ അറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ കൊടുക്കുന്നു, അയാൾ മറ്റൊരാൾക്കും ഏജൻസി കൊടുക്കുക എന്നുള്ളതാണ്. ദ ലീഗൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൾ ആൻഡ് സബ് ഏജൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആസ് ടു വെദർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് സച്ച് ഏജൻറ്റ് ഈസ് പ്രോപ്പർ ഓർ ഇംപ്രോപ്പർ. പ്രോപ്പറായിട്ടാണ് ഈ സബ് ഏജൻറ്റിനെ വെച്ചതെന്നുള്ളതാണ്. വെൻ എ സബ് ഏജൻറ്റ് ഈസ് പ്രോപ്പർലി അപ്പോയിൻറ്റഡ്, അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൾ ഈസ് ബൗണ്ട് ബൈ ദ ആക്ട് ഓഫ് ദ സബ് ഏജൻറ്റ് ആസ് ഇഫ് ദ സബ് ഏജൻറ്റ് ഈസ് ഒറിജിനലി അപ്പോയിൻറ്റഡ് ബൈ ദ പ്രിൻസിപ്പൾ. അപ്പോൾ സബ് ഏജൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാനും പ്രിൻസിപ്പളിന്, നേരത്തെ പറഞ്ഞ ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, അതും സബ് ഏജൻറ്റിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും പ്രിൻസിപ്പൾ ചെയ്യണം എന്നുള്ളതാണ്. സബ് ഏജൻറ്റിനെ കുറിച്ച് പ്രിൻസിപ്പൾ അറിയണമെങ്കിൽ, പ്രോപ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ. പ്രിൻസിപ്പൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്ട് ഓഫ് സച്ച് ഏജൻറ്റ് ടുവേർഡ്സ് ദ തേർഡ് പാർട്ടി. ആ ഏജൻറ്റ് മറ്റൊരു പാർട്ടിക്കെതിരെ എന്തെങ്കിലും ദോഷം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പ്രിൻസിപ്പളിന് വരും. ഓക്കെ, ദ ഏജൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൾ ഫോർ ദ ആക്ട് ഓഫ് ദ സബ് ഏജൻറ്റ്. ഈ സബ് ഏജൻറ്റ് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് അത് ഏജൻറ്റിനും ബാധിക്കുന്ന വിഷയമാണ്. അയാളും പ്രിൻസിപ്പളിനോട് ഉത്തരം പറയണം. ദ സബ് ഏജൻറ്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ടു ദ പ്രിൻസിപ്പൾ എക്സെപ്റ്റ് ഇൻ കേസസ് ഓഫ് ഫ്രോഡ് ആൻഡ് വിൽഫുൾ റോങ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒരു പ്രിൻസിപ്പൾ ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കുന്നത്, ഏജൻറ്റ് ഒരു സബ് ഏജൻറ്റിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇയാളോട് ഉത്തരവാദിത്തമുള്ളത്, ഇയാളോട്. ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇയാളെ ബാധിക്കും, അല്ലെ? ഇയാളാണ് മെയിൻ ഇതിൻ്റെ ആൾ, പ്രിൻസിപ്പൾ. ഓക്കെ, പിന്നെന്താണ്? സബ് ഏജൻറ്റ് ഇസ് നോട്ട് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൾ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഫ്രോഡ് കാണിക്കുകയാണെങ്കിൽ മാത്രമേ പ്രിൻസിപ്പളിന് ഇടപെടാൻ പറ്റുള്ളൂ. പിന്നെ വെൻ സബ് ഏജൻറ്റ് ഇസ് ഇംപ്രോപ്പർലി അപ്പോയിൻറ്റഡ്, സബ് ഏജൻറ്റ് കൃത്യമായിട്ട് അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ, അത് സെക്ഷൻ 193 ഇത് സെക്ഷൻ 92 അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ പ്രിൻസിപ്പൾ ഇസ് നോട്ട് റെപ്രസെൻറ്റഡ് ബൈ സബ് ഏജൻറ്റ്, ഹെൻസ് ഈസ് നോട്ട് ബൗണ്ട് ഓഫ് ഹിസ് ആക്ട്. ഒരു പ്രിൻസിപ്പൾ ഉണ്ട്, ഒരു ഏജൻറ്റ് ഉണ്ട്. ഏജൻറ്റ് ഒരു സബ് ഏജൻറ്റിനെ വെച്ച്
ഇയാളെ അറിയില്ലത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇയാളെ ഉത്തരവാദി, പ്രിൻസിപ്പൾ ഉത്തരവാദിയല്ല. The agent would be responsible both to the principal and to the third party in the act of sub-agent. സബ്-ഏജൻറ്റ് എന്തെങ്കിലും ഉടായ്പ് കാണിക്കുകയാണെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അയാളോടും ഈ പ്രിൻസിപ്പളിനോടും ഉത്തരം പറയേണ്ടത് ഏജൻ്റ് ആയിരിക്കും. The third party is concerned cannot look to the principal but can only look to the agent for the fulfillment of the contract entered into by them. അപ്പോൾ തേർഡ് പാർട്ടി എന്താണ്, ഒരു സബ് ഏജൻറ്റിനെ വെച്ചിട്ടാണ് വന്നതെങ്കിൽ ഏജൻറ്റുമായിട്ടാണ് സംസാരിക്കുക, പ്രിൻസിപ്പളായിട്ട് സംസാരിക്കില്ല. സബ് ഏജൻറ്റ് വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൾ. ഇവിടെയാണെങ്കിലും സബ് ഏജൻറ്റിന് പ്രിൻസിപ്പളിനോട് യാതൊരു ഉത്തരവാദിത്വമില്ല. ഹി വിൽ ബി ആൻസറബിൾ ഓൺലി ടു ദ എംപ്ലോയർ വിച്ച് ഈസ് ഏജൻറ്റ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓർ കോ ഏജൻ്റ് ആണ്. അത് ചോദിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് അല്ലെങ്കിൽ കോ ഏജൻറ്റ്. കോ ഏജൻറ്റ് ഈസ് വൺ ഹൂ ഇസ് നെയിംഡ് ബൈ ദ ഏജൻറ്റ് ഫോർ പെർഫോമിങ് സച്ച് പാർട്ട് ഓഫ് ദ ബിസിനസ്. ഇപ്പോൾ ഒരു കാര്യം, 2 ഏജൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഏജൻറ്റ്, 2 പേരെന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് അല്ലെങ്കിൽ കോ ഏജൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ടാസ്ക് കൊടുത്താൽ കുറച്ച് ടാസ്ക് ഇയാൾ ചെയ്യും, കുറച്ച് ടാസ്ക് ഇയാളും ചെയ്യും, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സബ് ഏജൻറ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സബ് ഏജൻറ്റിന് ആരാണ്, ഏജൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ പ്രിൻസിപ്പളാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഈ സബ് ഏജൻറ്റിനെ ഏജൻ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടഡിനെ പ്രിൻസിപ്പൾ ചെറുതായിട്ട് കൺട്രോൾ ചെയ്യും. ലയബിലിറ്റി ഓഫ് ദി ഏജൻറ്റ്. ഏജൻറ്റ് ഈസ് ലയബിൾ ടു ദ പ്രിൻസിപ്പൾ ഫോർ ദ ആക്ട് ഓഫ് സബ് ഏജൻറ്റ്. സബ് ഏജൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏജൻറ്റ് ആരോട് ലയബിലിറ്റി ഉണ്ട്, പ്രിൻസിപ്പളിനോട്. പിന്നെന്താണ്, ഇവിടെ ഏജൻ്റ് ആണ്. ഏജൻറ്റ് ഈസ് നോട്ട് ലയബിൾ ടു ദ പ്രിൻസിപ്പൾ. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏജൻറ്റിന് എന്താണ്, മറ്റ് ഏജൻസിന് ഒരു ലയബിലിറ്റിയും വരുന്നില്ല എന്നുള്ളതാണ്. പ്രിവിറ്റി ഓഫ് ദ കോൺട്രാക്ട് വിത്ത് പ്രിൻസിപ്പൾ. ദർ ഇസ് നോ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ സബ് ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൾ. സബ് ഏജൻറ്റും പ്രിൻസിപ്പളും തമ്മിലൊരു കോൺട്രാക്റ്റ് ഇല്ല. അതിന് തമ്മിൽ എന്തുണ്ട്, അവർ തമ്മിലൊരു പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഇല്ല എന്നുള്ളതാണ്, ഒരു ബൗണ്ടില്ല. ദർ ഇസ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് ഉണ്ട് ആര്, ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റും പ്രിൻസിപ്പളും തമ്മിൽ. അക്കൗണ്ടബിലിറ്റി നോക്കിയാൽ സബ് ഏജൻറ്റ് മേ ബി ഹെൽഡ് അക്കൗണ്ടബിൾ ടു ദ പ്രിൻസിപ്പൾ ഓൺലി ഫോർ ഹിസ് റോങ്ഫുൾ ആക്ട്. പ്രിൻസിപ്പളിനോട് അയാൾക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല, ഉത്തരവാദിത്തം ഇല്ല. അതെന്തെങ്കിലും അയാൾ ഫ്രോഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് ഫുള്ളായിട്ട് അക്കൗണ്ടബിൾ ആണ്. അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രിൻസിപ്പളിനോട് അയാൾ ഉത്തരം പറയണം. റൈറ്റ് ഫോർ ഡിമാൻഡ് റെമ്യൂണറേഷൻ. സബ് ഏജൻറ്റിന് എന്തില്ല, പ്രിൻസിപ്പളിൻ്റെ അടുത്ത് റെമ്യൂണറേഷൻ വാങ്ങാൻ അധികാരമില്ല, അയാൾ ഏജൻറ്റ് അടുത്താണ് വാങ്ങുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റ് എന്താണ്, റൈറ്റ് ടു ഡിമാൻഡ് റെമ്യൂണറേഷൻ ഫ്രം പ്രിൻസിപ്പൾ എന്നുള്ളതാണ്. ഇനി ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൾ ആൻഡ് ഏജൻറ്റ് ടു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രിൻസിപ്പൾ ഉണ്ടാവും, ഒരു ഏജൻറ്റ് ഉണ്ടാവും, ഒരു തേർഡ് പാർട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്രിൻസിപ്പളും തേർഡ് പാർട്ടി ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഡീലിംഗ് ഉണ്ടാവും, അതിനിടയ്ക്കാണ് ഏജൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഈ തേർഡ് പാർട്ടിനോടുള്ള ബാധ്യത, ലയബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ്. റൈറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൾ ഇൻ റിലേഷൻ ടു തേർഡ് പാർട്ടി ഡിപ്പെൻഡ് അപ്പോൺ ദ വെദർ പ്രിൻസിപ്പൾ നെയിംഡ് പ്രിൻസിപ്പൾ ആണോ, അൺനെയിംഡ് ആണോ, അല്ലെങ്കിൽ അൺഡിസ്ക്ലോസ്ഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ നെയിംഡ് പ്രിൻസിപ്പൾ എന്താണ്, നെയിംഡ് പ്രിൻസിപ്പൾ മീൻസ് വെയർ ബോത്ത് എക്സിസ്റ്റൻസ് ആൻഡ് നെയിം ഓഫ് ദ പ്രിൻസിപ്പൾ ഇസ് ഡിസ്ക്ലോസ്ഡ് ബൈ ദ ഏജൻറ്റ്. അപ്പോൾ കൃത്യമായിട്ട് ഏജൻറ്റ് തേർഡ് പാർട്ടിനോട് പേരും കാര്യങ്ങളൊക്കെ പറയണത്, അതിൻ്റെ പേരാണ് നെയിംഡ് പ്രിൻസിപ്പൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെൻ ദ ഏജൻറ്റ് ആക്ട്സ് വിത്ത് ഹിസ് അതോറിറ്റി where the existence of the principle is disclosed, agent acts will have the same legal effect of the as if the contracts had been entered into and acts done by principal in person. അപ്പോൾ കൃത്യമായിട്ട് എന്താണ്, ഏജൻറ്റിന് എന്തുണ്ട്, അയാൾക്കൊരു അതോറിറ്റി ഉണ്ട്, പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ വെൻ ഏജൻറ്റ് എക്സീഡ്സ് ഹിസ് അതോറിറ്റി, ഏജൻറ്റ് എന്താണ്, അയാളുടെ അതോറിറ്റിക്ക് മുകളിലാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇഫ് ദ ഏജൻറ്റ് ആക്ട്സ് ബിയോണ്ട് ഹിസ് അതോറിറ്റി ദെൻ ഇൻ സച്ച് എ കേസ് ദർ മേ ബി ഫോളോയിങ് 2 കേസസ്. അപ്പോൾ 2 കേസുകളാണ് പറയാനുള്ളത്. വെർ ദ ആക്ട്സ് വിത്തിൻ അതോറിറ്റി ആർ സെപ്പറബിൾ ഫ്രം ദാറ്റ് വിച്ച് ആർ ബിയോണ്ട് ദ അതോറിറ്റി. ഇഫ് ദ ഏജൻറ്റ് ആക്ട്സ് വിത്തൗട്ട് അതോറിറ്റി ഈസ് സെപ്പറബിൾ അപ്പോൺ ദ ആക്ട് പെർഫോംഡ് ബൈ വിത്തിൻ അതോറിറ്റി ഈസ് ബൈൻഡിങ് ആൻഡ് ദ അതർ പ്രിൻസിപ്പൾ ഇസ് ദ ഏജൻറ്റ് ദറ്റ് ആക്ട് നോട്ട് ലയബിൾ. അതായത് ഒരാൾ അയാളുടെ അധികാരം പരിധി, അതായത് ഏജൻറ്റ് അയാളുടെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പരിധിക്ക് വരുന്ന കാര്യങ്ങൾക്ക് പ്രിൻസിപ്പളിന് ഉത്തരവാദിത്തമുള്ളൂ, അല്ലെങ്കിൽ മറ്റേതെന്താണ്, ഏജൻറ്റ് തന്നെ ഉത്തരവാദിത്തം എടുക്കുക എന്നുള്ളതാണ്. പിന്നെ വേർ ദ ആക്ട് വിത്തിൻ ദ അതോറിറ്റി ആർ നോട്ട് സെപ്പറബിൾ ഫ്രം ദ ആക്ട് ബിയോണ്ട് ദ അതോറിറ്റി. ഇപ്പോൾ ചില കേസിൽ ചില കാര്യങ്ങൾ അതോറിറ്റിക്ക് അപ്പുറത്തേക്ക് ചെയ്താലും അത് നമുക്ക് എന്താണ്, തരംതിരിക്കാൻ പറ്റാത്തൊരു കേസ് വരികയാണെങ്കിൽ അങ്ങനത്തെ കേസിലൊന്നാണ് ദ പ്രിൻസിപ്പൾ ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ ട്രാൻസാക്ഷൻ. അങ്ങനെയാണ് മൊത്തം ട്രാൻസാക്ഷൻ എന്താണ് അയാൾക്ക് ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഇത്ര വരെ ചെയ്തു. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 100 തേങ്ങ വാങ്ങാൻ ഒരാളെ വിട്ടു, അയാൾ 110 വാങ്ങി വന്നു. അപ്പോൾ 100 തേങ്ങേൻ്റെ പൈസ അയാൾക്ക് കൊടുത്തു ഏജൻറ്റിന്, 10 എണ്ണം അയാളോട് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു.
ചില കേസുകൾ എന്താണ് അയാൾ എക്സ്റ്റെൻഡ് ആയിട്ട് ചെയ്തിട്ട് സംഗതി മൊത്തം കൊളായി. അപ്പോൾ അത് ഇതേമാതിരി ഈ തേങ്ങ വാങ്ങുന്നതോ അല്ലെങ്കിൽ സാധനം വാങ്ങുന്ന റീസൺ അല്ല. അങ്ങനെ വരുന്ന കേസിൽ എന്താണ് അത് മൊത്തത്തിൽ കൊളായപ്പോൾ എന്താണ് അത് മൊത്തം പ്രിൻസിപ്പൾ എന്താണ് അയാളുടെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തതാണ്. അല്ല അപ്പോൾ അതെന്താണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരാളോട് കുറച്ചാളെ കൂട്ടി വരാൻ പറഞ്ഞു. അയാൾ വണ്ടിയിൽ രണ്ടാൾക്ക് പകരം 2 വീലറിൽ പോയി, ഒരാൾക്ക് പകരം 2 ആളെ കൊണ്ടുവന്നു. അങ്ങനെ എന്താണ് അതിന് ഫൈനും കിട്ടി. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ ഫൈൻ ഒരാൾ പറയും ഇതിൻ്റെ ഉത്തരവാദിത്തമല്ല, അത് ഏജൻറ്റ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്താണ് അയാളുടെ ഒരു ഏജൻറ്റ് അയാളുടെ എന്താണ് അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ. പിന്നെ നോട്ടീസ് ടു ഏജൻറ്റ്, ഇതെന്താ വരുന്നത് ബാധ്യതകളാണ്. അപ്പോൾ എന്താണ് ഏജൻറ്റിന് കൃത്യമായി നോട്ടീസ് കൊടുക്കുക എന്നുള്ളതാണ്, ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ. പ്രിൻസിപ്പൾ ഇൻഡ്യൂസിങ് എ ബിലീഫ് ദാറ്റ് ഏജൻറ്റ്സ് അൺഓതറൈസ്ഡ് ടാക്സ് വെയർ ഓതറൈസ്ഡ്. അപ്പോൾ പ്രിൻസിപ്പൾ എന്താണ് ഒരിക്കലും അൺഓതറൈസ്ഡ് ആക്ട് ഓതറൈസ്ഡ് ആണെന്ന് വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ അതിന് കർശനമായിട്ട് ആൾ ശ്രദ്ധ വേണം. അപ്പോൾ ഏജൻറ്റ് എന്തെങ്കിലും വല്ല ഇല്ലീഗലായ കാര്യം ചെയ്യുകയാണെങ്കിൽ പ്രിൻസിപ്പൾ അത് അറിഞ്ഞില്ല എന്ന് നടിക്കരുത്, അത് ഓതറൈസ്ഡ് ആണെന്ന് നടിക്കരുത്, അതിൽ കൃത്യമായിട്ട് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. പിന്നെ ലയബിലിറ്റി ഫോർ മിസ്റെപ്രസെൻറ്റേഷൻ ഓർ ഫ്രോഡ് ബൈ ആൻ ഏജൻറ്റ്. അങ്ങനെ പ്രിൻസിപ്പൾ ഈസ് ലയബിൾ. ഈ ഏജൻറ്റ് എന്തെങ്കിലും ഫ്രോഡ് കാണിക്കുകയാണെങ്കിൽ പ്രിൻസിപ്പളിനെ ബാധിക്കും. പ്രിൻസിപ്പൾ ബൗണ്ട് ബൈ അഡ്മിഷൻസ് മെയ്ഡ് ബൈ ഏജൻറ്റ്. പ്രിൻസിപ്പൾ എന്താണ് ഏജൻറ്റ് എന്തെങ്കിലും അഡ്മിഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ് അതിന് ഉത്തരവാദി പ്രിൻസിപ്പളാണെന്നുള്ളതാണ്. എന്തെങ്കിലും അഡ്മിഷൻ ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും വാക്ക് മറ്റൊരു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി പ്രിൻസിപ്പളാണ്. മനസ്സിലായില്ലേ? പിന്നെ ലയബിലിറ്റി ഓഫ് അൺനെയിംഡ് പ്രിൻസിപ്പളാണ്. അൺനെയിംഡ് പ്രിൻസിപ്പൾ മീൻസ് പ്രിൻസിപ്പൾ ഹൂസ് എക്സിസ്റ്റൻസ് ഹാസ് ബീൻ ഡിസ്ക്ലോസ്ഡ് ബൈ ഏജൻറ്റ് ബട്ട് ഹിസ് നെയിം ഹാസ് നോട്ട് ബീൻ ഡിസ്ക്ലോസ്ഡ്. പിന്നെ ലയബിലിറ്റി ഓഫ് അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പളാണ്. അപ്പോൾ ഒരു തരം ഡിസ്ക്ലോസ് ചെയ്യാത്ത പ്രിൻസിപ്പളാണ് അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ. ഇനി പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ഏജൻ്റ് ആണ്. ഏജൻറ്റിന് പല വ്യക്തിപരമായ ലയബിലിറ്റി ഉണ്ട്. When an agent undertakes personal liability, then he may be held liable for such contract. When contract expressly or impliedly provides ആ ലയബിലിറ്റി ഉണ്ട് എന്നുള്ളത് ആ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ഇംപ്ലൈ ചെയ്യണം, അതിൽ സൂചനകൾ വേണം. പിന്നെ എന്താണ് വേറെ ഏജൻറ്റ് ആക്ട് ആസ് എന്താണ് ഫോറിൻ പ്രിൻസിപ്പൾ. ഒരു ഫോറിൻ പ്രിൻസിപ്പളിന് വേണ്ടി ഫോറിൻ പ്രിൻസിപ്പൾ ഒരു വിദേശിക്ക് വേണ്ടിയിട്ട് ഏജൻറ്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട്. വേറെ ഏജൻറ്റ് ആക്ട് ഫോർ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൾ. ഒരു അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പളിന് വേണ്ടി ഏജൻറ്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ ലയബിലിറ്റിയിൽ വരും. വേർ നോ ആക്ഷൻ ക്യാൻ ബി ടേക്കൺ അഗെയിൻസ്റ്റ് പ്രിൻസിപ്പൾ. പ്രിൻസിപ്പളിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കാതെ വരിക. വേർ ദ ഏജൻറ്റ് ആക്ട്സ് ഫോർ എൻ അൺനെയിംഡ് പ്രിൻസിപ്പൾ. ഏജൻറ്റ് ഒരു അൺനെയിംഡ് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. വേർ ദ ഏജൻറ്റ് എക്സീഡ്സ് ഹിസ് അതോറിറ്റി. ഏജൻറ്റ് എന്താണ് അയാളുടെ അതോറിറ്റിക്ക് അപ്പുറത്തേക്ക് നീങ്ങുക എന്നുള്ളതാണ്. വേർ ദ ഏജൻറ്റ് അതോറിറ്റി ഈസ് കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്. ഏജൻറ്റിൻ്റെ അതോറിറ്റി എന്നാണ് ഇതിൽ അയാൾക്കും ഇതിലൊരു താല്പര്യം ഉണ്ടെങ്കിൽ, ഈ ഒരു ബിസിനസ് പ്രിൻസിപ്പളായിട്ട് ചെയ്യുന്നതിൽ അയാൾക്കും അയാളുടേതായ താല്പര്യങ്ങളുണ്ടെങ്കിൽ അയാൾക്കതിൽ പേഴ്സണൽ ലയബിലിറ്റി വ്യക്തിപരമായ ലയബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. വേറെ എൻ ഏജൻറ്റ് ആക്ട്സ് ഫോർ എ നോൺ എക്സിസ്റ്റൻറ്റ് പ്രിൻസിപ്പൾ. ഒരു പ്രിൻസിപ്പൾ ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അവിടെ എന്താണ് ഏജൻറ്റ് പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട്. വെൻ ഏജൻറ്റ് സൈൻസ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് ഹിസ് ഓൺ. ഒരു ചെക്കൊക്കെ ഏജൻറ്റ് സ്വന്തം പേരിൽ എഴുതി കൊടുത്താൽ അയാൾക്ക് പേഴ്സണൽ ലയബിലിറ്റി വരും. വേർ ദ യൂസേജ് ഓർ കസ്റ്റംസ് ട്രേഡ് മിസ്റ്റേക്സ് ദ ഏജൻറ്റ് ലയബിൾ. അതായത് കസ്റ്റംസിനൊക്കെ കസ്റ്റംസ് ആക്ടിനൊക്കെതിരെ ഏജൻറ്റ് നീങ്ങുകയാണെങ്കിൽ എന്താണ് അതിനൊക്കെ അയാൾക്ക് പേഴ്സണൽ ലയബിലിറ്റി വരുന്നുള്ളതാണ്. പിന്നെന്താണ് ലയബിലിറ്റി ഓഫ് പ്രിറ്റൻഡഡ് ഏജൻ്റ് ആണ്. അതായത് ഒരാൾ ഏജൻ്റായിട്ട് പ്രിറ്റൻഡ് ചെയ്യാം, അയാൾ ഭാവിക്കാം, അയാൾ ശരിക്കും ഏജൻ്റ് അല്ല. പ്രിറ്റൻഡഡ് ഏജൻറ്റ് ഈസ് വൺ ഹു ഇസ് അൺട്രൂലി റെപ്രസെൻറ്റ് ഹിംസെൽഫ് ടു ബി ഓതറൈസ്ഡ് ഏജൻറ്റ് ഓഫ് അനദർ. ദർ ഇസ് and thereby induces third party to deal with him as an agent. A pretended agent has no authority to act as agent. However, if the principal ratifies the act of agent, then the pretended agent will not be liable. അപ്പോൾ ഒരാൾ എന്താണ് ഏജൻറ്റായിട്ട് നടിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ എന്ത് വരും, കേസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏജൻറ്റ് അത് പ്രിൻസിപ്പൾ അത് റാറ്റിഫൈ ചെയ്ത് ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ എന്താണ് പിന്നെ അത് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഇനി ഏജൻസി എങ്ങനെയൊക്കെ ടെർമിനേറ്റ് ചെയ്യാം, 2 തരത്തിലാണ്. ഒന്ന് എന്താണ് ബൈ ആക്ട് ഓഫ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കാം, ഒന്ന് ലോ മുഖാന്തരം. അപ്പോൾ ഒന്നെന്താണ് റിവോക്കേഷനാണ്. അപ്പോൾ എഗ്രിമെൻറ്റിൽ നമ്മൾ എന്താണ് അതോറിറ്റി ഏജൻറ്റിന് നമ്മൾ ഒഴിവാക്കുന്നു, പുതിയ ഏജൻറ്റിനെ വെക്കുന്നു, പറഞ്ഞിട്ട് പുതിയ എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയാൽ ആ ഏജൻറ്റിന് പോവാം. പിന്നെ റിനൗൺസിയേഷൻ ബൈ ദ ഏജൻറ്റ് തന്നെ ഒഴിവായി പോവാണ്. അയാൾ പറയാണ് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അയാളൊരു എഗ്രിമെൻറ്റ് പ്രിൻസിപ്പളായിട്ട് ഉണ്ടാക്കിയാൽ എന്താണ് ബൈ എഗ്രിമെൻറ്റ് ഏജൻസി ടെർമിനേറ്റഡ് ആവും, അത് ഒഴിവായി പോകും. ഇനി ടെർമിനേഷൻ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. നിയമം മൂലം ടെർമിനേറ്റ് ആയിപ്പോവും. അത് കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ ഒരു ഏജൻറ്റും പ്രിൻസിപ്പൾ കോൺട്രാക്റ്റ് ഉണ്ട്, ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഏജൻസി കഴിഞ്ഞ്, ടൈം എക്സ്പയർ ആയാൽ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും സാധനം എടുക്കാൻ പറഞ്ഞു, അപ്പോൾ ആ സാധനം നശിച്ചു പോയി, അപ്പോൾ എന്താണ് പിന്നെ ഏജൻസി ഇല്ല. പിന്നെ ഡെത്ത്, ഇൻസാനിറ്റി ഓഫ് ഇത് ഏതെങ്കിലും ആൾക്ക് മരണമോ അല്ലെങ്കിൽ എന്താണ് മാനസിക രോഗമൊക്കെ വന്നാൽ പ്രശ്നമായി. പ്രിൻസിപ്പൾ ഇൻസോൾവെൻ്റ് പാപ്പരായി പോയാൽ പ്രശ്നമായി. പ്രിൻസിപ്പൾ ഒരു ഏലിയൻ എനിമയായി, അപ്പോൾ പ്രിൻസിപ്പൾ ഒരു പാകിസ്ഥാനിയോ
ഒരു ചൈനീസോ, അവർ നമ്മുടെ ശത്രു രാജ്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന നേരത്ത് ഒരു യുദ്ധമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏജൻറ്റ് എനിമിയായി പോകും. പിന്നെ അയാളായിട്ട് ഏജൻസി ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഇമ്പോസിബിലിറ്റി വരികയാണ്, ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആയി മാറുകയാണത്. പിന്നെന്താണ്, കമ്പനിയൊക്കെയാണെങ്കിൽ ഡിസോൾവ് ആയി പോവുക. പിന്നെന്താണ് ടെർമിനേഷൻ ഓഫ് സബ് ഏജൻസ് അതോറിറ്റി, ഒരു സബ് ഏജൻറ്റ് അതോറിറ്റി എന്നാണ് ടെർമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്താണ് ടെർമിനേഷൻ ഓഫ് ഏജൻസിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഈ ചാപ്റ്ററിൽ ഒരു കാര്യം പറയാനായിട്ടുള്ളത് അതെന്താണ്, ഇർറിവോക്കബിൾ ഏജൻസിയാണ്. വെൻ ദ അതോറിറ്റി ഓഫ് ഏജൻറ്റ് കനോട്ട് ബി റിവോക്ഡ് ബൈ ദ പ്രിൻസിപ്പൾ ഇറ്റ് ഈസ് സെറ്റ് ടു ബി ആൻ ഇർറിവോക്കബിൾ ഏജൻസി. അതായത് ഒരു ഏജൻറ്റിൻ്റെ അതോറിറ്റി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാതെ നിൽക്കുകയാണെങ്കിൽ അതാണ് ഇർറിവോക്കബിൾ ഏജൻസി. ആൻ ഏജൻസി ഈസ് ഇർറിവോക്കബിൾ അണ്ടർ ഫോളോയിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നോക്കി വെക്കുക. അപ്പോൾ അതായത് ഈ ഏജൻറ്റിന് ഒന്നുണ്ട് ഇതിലൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെന്താണ്, വെൻ ദ അതോറിറ്റി, അതായത് വെൻ ദ ഏജൻസി ഈസ് കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്, വെൻ ദ അതോറിറ്റി ഹാസ് ബീൻ പാർട്ട്ലി എക്സസൈസ്ഡ്. ഏജൻറ്റ് ഇതാണ് പാർട്ടായിട്ട് അയാൾ അതോറിറ്റി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു, ഇനി പിന്തിരിഞ്ഞ് പോകാൻ സാധിക്കില്ല. where the authority has been partly exercised by the agent, where the agent has incurred a personal liability. ഏജൻറ്റിന് എന്തെങ്കിലും വ്യക്തിപരമായ നഷ്ടം വന്നാൽ അയാൾക്ക് പെട്ടെന്ന് പ്രിൻസിപ്പളിനെ ഏജൻറ്റിനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അത് തീർക്കുന്ന വരെയൊക്കെ ഏജൻറ്റിനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഏജൻറ്റ് എന്താണ്, പ്രിൻസിപ്പൾ എന്താണെന്നുള്ളത് നോക്കി വെക്കുക. അപ്പോൾ അത് പ്രിൻസിപ്പളാണ് ഏജൻറ്റിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ.